പത്തനംതിട്ടയും മലപ്പുറവും ഉൾപ്പെടുത്തി അതിവേഗ റെയിൽ പദ്ധതി പരിഷ്കരിച്ച് ശ്രീധരൻ. നേരത്തെ പ്രഖ്യാപിച്ച 1 ലക്ഷം കോടി രൂപ ചിലവ് 56,500 കോടിയായി കുറയും. പദ്ധതി പൂർത്തിയായാൽ ചുരുങ്ങിയ നിരക്കിൽ 5 ലക്ഷം പേർക്ക് വരെ പ്രതിദിനം യാത്ര ചെയ്യാനാകുമെന്നും ശ്രീധരൻ പ്രതികരിച്ചു. തിരുവനന്തപുരം സെൻട്രലിൽ തുടങ്ങി കണ്ണൂർ വരെ നീളുന്ന 465 കിലോമീറ്റർ പാതയാണ് പരിഷ്കരിച്ച പദ്ധതിയിലുള്ളത്. ആകെ 20 സ്റ്റേഷനുകൾ. തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കരിപ്പൂർ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിക്കുന്ന പദ്ധതി പത്തനംതിട്ടയിലും മലപ്പുറത്തും റെയിൽവേയുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നു. 200 കിലോമീറ്റർ വേഗതയിൽ കുതിക്കുന്ന ട്രെയിൻ 3 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിലെത്തും. 780 രൂപ മാത്രമായിരിക്കും നിരക്ക്. ഇത് നിലവിലെ ഇന്ത്യൻ റെയിൽവേയുടെ AC ചെയർ കാർ നിരക്കിന് തുല്യമാണ്. നേരത്തെ പ്രഖ്യാപിച്ച 1 ലക്ഷം കോടി രൂപയുടെ ചെലവ് 56,500 കോടി രൂപയായി കുറയും. പദ്ധതിക്ക് വേണ്ട മുഴുവൻ ഊർജ്ജവും സ്റ്റേഷൻ ടോപ്പുകളിലും മറ്റും സ്ഥാപിക്കുന്ന സോളാർ ഫാമുകളിലൂടെ കണ്ടെത്തും. രണ്ടാം ഘട്ടത്തിൽ കാസർഗോഡ്, വയനാട്, ഗുരുവായൂർ, പമ്പ എന്നിവിടങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാകും. ടിക്കറ്റ് ഫെയർ ട്രിവാൻഡ്രം എറണാകുളം 440, ട്രിവാൻഡ്രം കോഴിക്കോട് 640, ട്രിവാൻഡ്രം കണ്ണൂർ 780. ഈ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ബസ്സസ് ഓടുന്നുണ്ട്. KSRTC ബസ്സൊക്കെ കമ്പൈൻ ആണെങ്കിൽ ബസ് ഫെയർ ഈസ് മച്ച് മോർ ദാൻ ദിസ്. ഇപ്പോഴത്തെ ബസ് ഫെയറിൻ്റെ എങ്ങനെയൊരു വളരെ മീതിയാണ്, അതിനേക്കാളും താഴെയാണ് ഞങ്ങളുടെ ഫെയർ ഉണ്ടാവുക. കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായുള്ള ധാരണയിലാണ് പദ്ധതി മുന്നോട്ട് പോകുന്നതെന്നും DPR തയ്യാറാക്കാനുള്ള അനുമതി വൈകാതെ ലഭിക്കുമെന്നും ശ്രീധരൻ പറഞ്ഞു. അമൃത ന്യൂസ്, മലപ്പുറം.